ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. പ്രതാപൻ ഒരു ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുവാണ്. യാമിനിയോട് പറയുന്നു. യാമിനിയും ശേഖരനും രണ്ടു മൂന്ന് ദിവസം ഊട്ടിയിൽ അടിച്ചു പൊളിച്ച് കഴിഞ്ഞിട്ട് വാ. രാജുവും ഋതികയും നേരെ മൂന്നാറിലോട്ട്. മൂന്നാറിലോട്ടോ? രാജു ചോദിക്കുക. മൂന്നാറിലെ കാട്ടിലുള്ള ആ റിസോർട്ടിൽ ഒരു 3 days നിങ്ങളോട് അടിച്ചു പൊളിച്ചോ. ആനവരട്ടിപ്പാറ, നാരകത്താനം, ബ്രിട്ടീഷ് ബംഗ്ലാവ്, അവിടെയെല്ലാം ഞാൻ വിളിച്ച് ഏർപ്പാടാക്കി കഴിഞ്ഞു. ചുറ്റും വന്യമൃഗങ്ങളൊക്കെ ഉള്ളൊരു റിസോർട്ടാ. പിന്നെ എനിക്ക് സെൻട്രലിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ ഇന്ന് തന്നെ അങ്ങോട്ട് പോവുക. ഇന്ന് ഞാനിവിടെ എനിക്ക് വേണ്ടപ്പെട്ട ഒരു ഗസ്റ്റിനെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ വന്നില്ല. ഞാനൊരു വലിയ കാര്യം ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നു. ഇനി എന്തായാലും ആ കാര്യം മറ്റൊരു ദിവസത്തേക്ക് പ്ലാൻ ചെയ്യാം. ഇനി രാജുവും ഋതുമോളും ടൂറൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരട്ടെ. ഈ പ്രതാപൻ ഓരോരുത്തർക്കും ഓരോ സ്ഥലമൊക്കെ പറഞ്ഞല്ലോ, എനിക്ക് മാത്രം ഇവൻ ഒന്നും പറഞ്ഞില്ലല്ലോ. അംബിക ഇങ്ങനെ ചിന്തിച്ചിരിക്കുക. എന്നിട്ട് ചോദിക്കുക, പ്രതാപ അപ്പം ഞാൻ മാത്രം ഇവിടെ ഒറ്റയ്ക്കായോ? ഇനി അതിനെപ്പറ്റിയാ ചേച്ചി ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവരും ഓരോ വഴിക്കായിട്ട് പോവുക. ചേച്ചിക്കാണെങ്കിൽ ഒത്തിരി ശത്രുക്കളും ഉണ്ട്. അനന്തംപിള്ള അകത്താണെങ്കിലും അയാളുടെ ഗുണ്ടകളൊക്കെ വെളിയിലുണ്ട്. അതുകൊണ്ട് ചേച്ചി ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കണ്ട. അല്ല പ്രതാപ, അപ്പം ഞാനെവിടെ താമസിക്കും? യാമിനി തിരിച്ചു വരുന്നത് വരെ ചേച്ചിക്ക് രാജുവിന്റെ വീട്ടിൽ താമസിക്കാം. അംബികയുടെ തലയിലോട്ട് ബോംബെറിഞ്ഞതുപോലായി അംബിക ഇങ്ങനെ ഞെട്ടി നോക്കുക. പ്രതാപം പറയാം, ചേച്ചിയും ഋതുമോളും ഒക്കെ കുറച്ച് അകൽച്ചയുണ്ട്. ഇനി എനിക്കതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് അത് മാറ്റിയെടുത്തേ പറ്റൂ. അയ്യോ പ്രതാപ, അത് ശരിയാവില്ല. ഇല്ല ചേച്ചി, ശരിയാവണം. എന്റെ ചേച്ചിയുടെ മനസ്സൊന്ന് ശാന്തമാക്കണം. ദീപക്കിന്റെ കാര്യമൊന്നും മറക്കാൻ ഏറ്റവും നല്ലത് രാജുവിന്റെ വീടാണ്. ആ നല്ല മനുഷ്യരോടൊപ്പം കുറച്ചു ദിവസം ഒന്ന് താമസിച്ചാൽ പിന്നെ യമുനയിലോ ഗംഗയിലോ നർമ്മദയിലോ എങ്ങും പോയി മുങ്ങിക്കുളിക്കേണ്ട ആവശ്യമില്ല. രാജുവും ഋതിയെ ഇങ്ങനെ ആകെ ടെൻഷനോടെ നോക്കുവാണ്. ദൈവമേ, അവിടെ ചെന്ന് അവരുടെ ജീവിതം ഈ പെണ്ണുമ്പളെ കുളവാക്കുമല്ലോ. അംബികയുടെ നല്ല ജീവൻ അങ്ങ് പോയി. അംബിക ഇങ്ങനെ വല്ലാതിരിക്കുക. പ്രതാപൻ വീണ്ടും പറയാം, മനസ്സിലോട്ട് വെളിച്ചം അടിച്ചു കയറുന്നതിനപ്പുറം വേറെ ഒന്നുമില്ല ചേച്ചി. അംബികയ്ക്ക് രാജുവിന്റെ വീട്ടിൽ പോയി താമസിക്കുന്ന കാര്യം ഓർക്കാനേ വയ്യ. അയ്യോ പ്രതാപ, ഞാൻ എങ്ങോട്ടുമില്ല ചേച്ചി. അതെന്റെ മകളുടെയും മരുമകന്റെയും വീടാ. എന്ത് പറ്റിയെന്നറിയില്ല. പ്രതാപൻ സ്ട്രിക്റ്റ് ആയിട്ട് ഓർഡർ ഇടുന്ന പോലെ എന്റെ ചേച്ചി അവിടെ പോയേ പറ്റൂ. എന്റെ തീരുമാനത്തിന് യാതൊരു മാറ്റവും ഇല്ല. നീ ഇങ്ങനെ നിർബന്ധിച്ച് പറയുമ്പോൾ എനിക്കെതിര് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പോകാം. പ്രതാപ, നിന്നെ എയർപോർട്ടിലോട്ട് വിട്ടിട്ട് ഞങ്ങൾ പോയിക്കോളാം. അതുപോരെ? അംബിക ദേഷ്യത്തോടെ മനസ്സിൽ പറയാം, ഇതിനുള്ള ഡോസ് ഞാൻ നിനക്ക് ഉടനെ തരാട പ്രതാപ. നീ ആഭ്യന്തരം ഭരിക്കുന്ന എനിക്കൊന്ന് കാണണം. എന്നാൽ ഞാൻ പോയി റെഡിയാകട്ടെ എന്ന് പറഞ്ഞ് പ്രതാപൻ എഴുന്നേറ്റ് മുകളിലോട്ട് പോവുക. ഋതികയ്ക്ക് സങ്കടം വരുന്നുണ്ട്. ഋതിക ഇങ്ങനെ രാജുവിനെ നോക്കുക. ആകെ ടെൻഷനിൽ നിൽക്കുവാണ് ഋതികയും രാജുവും യാമിനിയും. ചെറിയമ്മ ഇങ്ങോട്ടൊന്ന് വന്നേ എന്നും പറഞ്ഞ് ഋതിക യാമിനിയെ വിളിച്ചോണ്ട് പോവുകയാണ്. അംബികയ്ക്ക് സംശയം, ഇവൻ എന്നോട് പകരം വീട്ടുകയല്ലേ? പ്രതാപൻ എന്തോ ഫയല് നോക്കുക. രാജുവും ഋതിയെ അങ്ങോട്ട് ചെന്നിട്ട് രാജു ചോദിക്കുക, സാറേ, ഞാൻ ചോദിക്കുന്നതിൽ വേറെ ഒന്നും തെറ്റിദ്ധരിക്കരുത്. ഇപ്പോഴിങ്ങനെ ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? പ്രതാപൻ പറയാം, ഞാനിപ്പം മിനിസ്റ്ററും അല്ല, നീ എൻ്റെ PA അല്ല. നീ ഞാനും ഇപ്പം അമ്മായിയപ്പനും മരുമകനും മാത്രമാണ്. ഈ സാറേ എന്നുള്ള വിളി അങ്ങോട്ട് മാറ്റിയിട്ട് അച്ചാന്ന് വിളിക്കടാ. അയ്യോ, അത് ഞാൻ വിളിച്ച് ശീലിച്ചു പോയതല്ലേ, അതുകൊണ്ട് ഉടനെ മാറ്റാൻ ഇച്ചിരി പ്രയാസമാ എന്നിങ്ങനെ പറയുമ്പോൾ അംബിക അവരുടെ അടുത്തോട്ട് വന്നു കഴിഞ്ഞു. അച്ഛാ, പാടൊന്നും അല്ല, രാജുവിന് ചമ്മലാ. എന്നാലും മരുമകന്റെ അച്ഛാന്നുള്ള വിളിയേക്കാൻ അമ്മായിയൊപ്പനായി എനിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? സാർ എന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ സാർ റൂട്ട് മാറ്റി വിടുക. സാർ എന്താ ഞാൻ ചോദിച്ചിട്ട് മറുപടി പറയാത്തത്? എന്തുവാ രാജു, ഞങ്ങൾക്ക് ഇങ്ങനെ ഇപ്പോൾ ഒരു ടൂർ അറേഞ്ച് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന്? അതാണോ കാര്യം? എന്റെ തിരക്കിനിടയിൽ പല കാര്യങ്ങളും നിങ്ങളുടേത് മറന്നുപോയ ഒരച്ഛനാണ് ഞാൻ. ഡിപ്രഷൻ കാരണം വല്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ അകപ്പെട്ടു പോയവനാ ഞാൻ. എന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് നിങ്ങളാ. നിങ്ങൾ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കൊരു റെസ്റ്റൊക്കെ വേണ്ടേ? ഒരു ചേഞ്ച്. ഉടനെ അംബിക പറയാം, പ്രതാപൻ പറഞ്ഞത് ശരിയാ. അല്ല, നിങ്ങളിങ്ങനെ ഓർഡിനറി ബസ് പോലെ ട്രിപ്പ് അടിക്കുന്ന പോലെ ഓടിയാ മതിയോ? നിങ്ങൾക്കും വേണ്ടേ ഒരു ലൈഫ്? അതല്ലേ പ്രതാപൻ ചോദിക്കുന്നത്. നിങ്ങൾ ചെറുപ്പക്കാരല്ലേ, വല്ലപ്പോഴും ഒക്കെ ഒന്ന് അടിച്ചു പൊളിച്ച് ജീവിക്ക്. കാട്ടിലോ മേട്ടിലോ ഒക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വാ. പ്രതാപൻ പറയാം, ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അതൊന്നുമല്ല. എനിക്ക് വയസ്സായി, ഒരപ്പൂപ്പനാകാനുള്ള ആഗ്രഹമൊക്കെ എനിക്കും ഇല്ലേടാ. അവിടെ മുകളിൽ കിടക്കുന്ന ആ തൊട്ടിലേ അങ്ങനെ വെറുതെ കിടന്നാ മതിയോ? പ്രതാപൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഋതികയ്ക്കും രാജുവിനും നാണം കൊണ്ടുപോയ. ഋതിക ചിരിച്ചോണ്ട് അവിടെ നിന്ന് ഓടുവാണ്. ഒരു കാര്യം ചോദിക്കാൻ വന്നവരെ സാറ് വെറുതെ നാണം കെടുത്തി വിടുക എന്നും പറഞ്ഞ് ചിരിച്ചോണ്ട് രാജു അവിടെ നിന്ന് പോവുക. അംബിക മനസ്സിൽ പറയാം, ഈ തക്കത്തിന് തന്നെ ഈ പ്രതാപന്റെ ചങ്കിനിട്ടൊരു കൊട്ടുകൊടുത്താലോ.
അത് മാത്രമല്ല ഈ അച്ഛൻ മകളുടെ പുന്നാരം റൂട്ട് തിരിച്ചു വിടുകയും വേണം. വേല ഒരു അഭിനയം കാഴ്ചവെക്കാനായിട്ട് തൻ്റെ അമ്പികയെ കട്ടിലോട്ട് ഇരുന്നിട്ട് മോനെ പ്രതാപ, മോൻ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം വീണ്ടും എനിക്ക് ഓർമ്മിപ്പിക്കേണ്ടി വന്നതിൽ സങ്കടമുണ്ട്. ഋതികയ്ക്ക് കുഞ്ഞുണ്ടായാൽ നീ എങ്ങനെയാ അപ്പൂപ്പനാകുന്നത്? അതിന്റെ ഋതിക നിന്റെ മകളല്ലല്ലോ, ഋതിക വളർത്തുമകളല്ലേ. നീ അപ്പൂപ്പനാകണമെങ്കിൽ നിന്റെ ഭാര്യയിൽ നിനക്കൊരു കുഞ്ഞ് ജനിക്കണം. അതിന് ഇനിയും അവസരമുണ്ട്. ചേച്ചി എന്തുവായി പറഞ്ഞു വരുന്നത്? എടാ പ്രതാപ, അതിന് നിനക്കത്രയ്ക്ക് പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. കുഞ്ഞു വേണ്ട, അതങ്ങ് വിട്ടേരെ. എന്നാലൊരു കല്യാണമെങ്കിലും നിനക്ക് കഴിച്ചുകൂടെ? ചേച്ചിക്ക് വേറെ ഒന്നും സംസാരിക്കാനില്ലേ? അയ്യോ മോനെ, ഞാൻ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ പറയുന്നത്. നീ ഒന്ന് മൂളിയാൽ മതി, പെണ്ണിനെ ഞാൻ കണ്ടെത്താം. മോനെ നീ ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറഞ്ഞിട്ട് അമ്പിക എഴുന്നേറ്റ് പോവുക. പ്രതാപൻ പറയാ, വെറുതെ മനസ്സിനകത്ത് വിഷം കലർത്തി. ഈ സമയം ശ്രീലക്ഷ്മി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കിക്കൊണ്ട് രുക്മിണിയെയും ഹരീഷിനെയും വിളിക്കുവാണ്. ആഹാ, ഇത്ര പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായോ? അയ്യോ, എന്റെ മരുമോള് മിടുക്കിയാണല്ലോ. അമ്മ ഇവിടെ ഇരിക്കും, ഞാൻ പോയി ഹരീഷിനെ വിളിച്ചോണ്ട് വരട്ടെ എന്നും പറഞ്ഞ ശ്രീലക്ഷ്മി പോവുക. രുക്മിണി മനസ്സിൽ പറയാം, നിനക്ക് ഞാൻ ഇന്നത്തെ പണി തരാൻ പോകുന്നത് ഈ സാമ്പാറിലും ചട്നിയിലുവാ. എൻ്റെ മോനും നീയും തമ്മിലുള്ള വഴക്കേ നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ആഹാര സാധനങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങണം. അങ്ങനെ ശ്രീലക്ഷ്മി അവിടുന്ന് പോയ തക്കം നോക്കി രുക്മിണി തൻ്റെ സാമ്പാറിലോട്ട് കുറേ അധികം മുളക് പൊടിയിട്ട് കലക്കി വെക്കുക. ചട്നിയിലോട്ട് അതുപോലെ ഉപ്പ് ഇട്ട് കലക്കുന്നുണ്ട്. ഉപ്പ് കൂട്ടിയിട്ട ചട്നിയും എരിവ് കൂട്ടിയിട്ട സാമ്പാറും. അങ്ങനെ പതുക്കെ ഓരോന്നായിട്ട് തുടങ്ങാം. ശ്രീലക്ഷ്മി ഹരീഷിനെയും വിളിച്ചോണ്ട് വരുന്നുണ്ട്. വളരെ സ്നേഹത്തോടെ ചിരിച്ചോണ്ട് രുക്മിണി പറയാം, ഇന്ന് മോനെ എൻ്റെ മരുമകളുണ്ടാക്കിയ ആഹാരവാ. എൻ്റെ മരുമകളുണ്ടാക്കുന്ന ഈ ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം നിന്റെ അച്ഛൻ ഇല്ലാതായിപ്പോയി. ഹരീഷ് വലിയ സന്തോഷത്തോടെ ഇഡ്ഡലി എടുത്തിട്ട് പറയും, ആഹാ, നല്ല പൂ പോലത്തെ ഇഡ്ഡലി, നല്ല സോഫ്റ്റ് ആണല്ലോ. അങ്ങനെ സന്തോഷത്തോടെ ഹരീഷ് വിളമ്പി വെച്ച ഇഡ്ഡലിക്കകത്തോട്ട് ശ്രീലക്ഷ്മി ചട്നി ഒഴിക്കുന്നുണ്ട്. ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിച്ചുകൊണ്ട് ഒന്നും അറിയാത്തവളെ പോലെ രുക്മിണി ഇങ്ങനെ ഇരിക്കുക. ഹരീഷ് വലിയ സന്തോഷത്തോടെ ആ ഇഡ്ഡലിയും ചമ്മന്തിയും കൂടെ വായിലോട്ട് വെച്ചിട്ട് ഒരു തുപ്പ്. എടി, ഇതെന്തുവാ, ഉപ്പ് കഴിച്ചിട്ട് ഇറക്കാൻ വയ്യല്ലോ. പെട്ടെന്ന് രുക്മിണി ആ ചട്നി തൊട്ട് നോക്കിയിട്ട്, അയ്യേ ഭയങ്കര ഉപ്പ്. മോനെ നീ ആ ചമ്മന്തി അങ്ങോട്ട് മാറ്റി വെച്ചേ, അവൾക്ക് അബദ്ധം പറ്റിയതായിരിക്കും, സാരമില്ല. മോൻ ആ സാമ്പാർ ഒഴിച്ചങ്ങോട്ട് കഴിച്ചേ. സാമ്പാർ കണ്ടിട്ട് നല്ല അടിപൊളി സാമ്പാറാണെന്ന് തോന്നുന്നു, അതിന്റെ മണം അടിക്കുമ്പോൾ തന്നെ അറിയാം. അങ്ങനെ ഹരീഷ് ഇഡ്ഡലിയും സാമ്പാറൂടെ വായിലോട്ട് വെച്ചിട്ട്, അയ്യോ ഇതെന്തൊരെരിവാ ഇത്, നാക്ക് നീട്ടിക്കൊണ്ട് അവൻ ഓടുവാണ് വാഷ് ബേസിന്റെ അടുത്തോട്ട്. അയ്യോ ഇത് എന്ത് പറ്റിയതാ മോളെ നിനക്ക്? രുക്മിണി ഭയങ്കര സ്നേഹത്തോടെ ചോദിക്കുക. ഹരീഷ് പറ, ഇത്രയും മുളക് പൊടി ഇട്ടാണോ ഈ സാമ്പാർ ഉണ്ടാക്കുന്നത്? അയ്യോ ഹരീഷ്, ഞാൻ ഇതെല്ലാം ഉപ്പ് വരിയും നോക്കിയിട്ടാണല്ലോ കൊണ്ടുവച്ചത്. നോക്കിയിട്ടാണോ ഇത്? ചമ്മന്തിയാണെ ഉപ്പ് കഴിച്ചിട്ട് വയ്യ, സാമ്പാറാണെ വായിലോട്ട് വെക്കാൻ വയ്യ എരികൊണ്ട്. ഇനിയിപ്പോൾ വിശപ്പിന് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഹോട്ടലിൽ നിന്ന് മേടിക്കണം. എന്തായാലും നീ ഇനിയൊന്നും ഉണ്ടാക്കി തരണ്ട. രുക്മിണി വിജയിച്ചു കഴിഞ്ഞ്. എൻ്റെ മോനെ, ഇവളുടെ ശ്രദ്ധക്കുറവാ, ഇവിടെ മനസ്സൊന്നും ഇവിടങ്ങും അല്ല. എന്തോ തക്കതായ കുഴപ്പമുണ്ട് ഇവൾക്ക്, അത് മനസ്സിന് തന്നെയാണ്. സൂക്ഷിക്കണം മോളെ കേട്ടോ എന്നിങ്ങനെ ഉപദേശിക്കുവാണ് രുക്മിണി. എന്തു പറ്റിയെന്നറിയില്ല. രാധമ്മ നാട്ടെ വാതക്കലിരുന്നുകൊണ്ട് കരയുവാണ്. അകത്തുനിന്ന് വേണുവേട്ടൻ പുറത്തോട്ട് വരുന്നുണ്ട്. വേണുവേട്ടൻ കാണുന്ന രാധമ്മ കരയുന്നു. ആഹാ, വീണ്ടും കരച്ചിലും പിഴിച്ചിലും ഒക്കെ തുടങ്ങിയോ? മകളെ ഓർത്തായിരിക്കും. എടി, നിനക്ക് വേറെ പണിയൊന്നുമില്ലേടി? മക്കൾ എത്രയൊക്കെ തള്ളിപ്പറഞ്ഞാലും അവരോട് പൊറുക്കാനല്ലാതെ നമുക്ക് മറക്കാൻ പറ്റുമോ വേണുവേട്ട? അതിന് വെറുക്കാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അത് നിനക്കും പറ്റൂല, എനിക്കും പറ്റൂല. അങ്ങനെയൊക്കെ കാണിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ രണ്ടുപേരും അങ്ങനെ അല്ലല്ലോ. നമ്മൾ മക്കളെ വളർത്തിയതേ മൃഗങ്ങളായിട്ടൊന്നും അല്ലല്ലോ. അവര് നമ്മുടെ പൊന്നോമനകളാ. അതിലൊരാളുടെ കണ്ണൊന്ന് കലങ്ങിയാൽ നമ്മുടെ ഇടനെഞ്ചി പിടയും. പക്ഷേ എന്റെയും നിന്റെയും മനസ്സ് ശ്രീലക്ഷ്മി മനസ്സിലാക്കുന്നുണ്ടോടി? ശ്രീലക്ഷ്മി നന്നായിട്ട് വിഷമിക്കുന്നുണ്ട് വേണുവേട്ട. അവള് മനസ്സുകൊണ്ട് തിരുത്തുന്നത് എനിക്കറിയാൻ പറ്റുന്നുണ്ട്. അവള് മനഃപൂർവ്വം നമ്മളെ തള്ളിപ്പറയുന്നോ വെറുക്കുന്നതോ അല്ല. ക്ഷുദ്രജീവി ഇതാണ്ട കൊച്ചമ്മണിയോടെ മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. ഭർത്താവിനോടും അമ്മായിയമ്മയോടും ഒപ്പം വഴക്കില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി നമ്മുടെ കുഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്തു പോകുന്നതാ. എനിക്കാണെങ്കിൽ ആ രുക്മിണിയെ വലിയ പേടിയാ. അവള് നമ്മുടെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യുമോന്നാ എൻ്റെ ഭയം. അങ്ങനെയൊന്നും ഉണ്ടാവില്ല രാധേ. രുക്മിണി വേണമെങ്കിൽ വാക്കുകൊണ്ട് നമ്മുടെ മോളെ വേദനിപ്പിക്കാം, പക്ഷെ അല്ലാതൊന്നും ചെയ്യില്ല. അത് ഹരീഷ് കണ്ടു നിൽക്കുവോ? അവൻ അമ്മയാണെന്നൊന്നും നോക്കില്ല, ശരിപ്പെടുത്തി കളയും. ഇന്നലെ കൂടി ഞാൻ ശ്രീമോളുടെ ജാതകം ഒന്ന് വായിച്ചതാ. ജാതകവശാൽ ഇപ്പൊ ഇത്തിരി കഷ്ടതയുണ്ട്. അതൊക്കെ പതുക്കെ മാറും. ഇനിയും ഇങ്ങനെ ഒളിച്ചു നിന്ന് കേൾക്കാൻ വയ്യാത്തോണ്ട് തന്നെ കൊച്ചമ്മണി അങ്ങോട്ട് വന്നിട്ട് പറയാം, എന്റെ പൊന്ന് വേണുവാശാനെ, എന്റെ പൊന്ന് ചക്കര രാധമ്മേ, നിങ്ങൾ വെറുതെ മക്കളുടെ കാര്യം ഓർത്ത് ഇങ്ങനെ ഉരുകി മെഴുകുതിരി പോലെ ആവല്ലേ. മക്കൾക്ക് പ്രായമായി കഴിഞ്ഞാൽ അവരെ അങ്ങോട്ട് മറന്നേക്കണം. അവരവരുടെ വഴിക്ക്, നമ്മൾ നമ്മുടെ വഴിക്ക്.
ദാണ്ട ഇനിയുള്ള കാലം അടിച്ചു പൊളിച്ച് ജീവിക്കണം. നല്ല ഭക്ഷണങ്ങൾ കഴിച്ചും നല്ല വിനോദയാത്രയൊക്കെ നടത്തി അങ്ങോട്ട് ജീവിക്കേ. മക്കളെ, ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അവര് മാതാപിതാക്കളുടെ അന്തകരാണ്. ഞാനാണെങ്കിൽ ആകെപ്പാടെ ഒരേ ഒരു കവിത മാത്രമേ എഴുതിയിട്ടുള്ളൂ. അയ്യോ, നിങ്ങൾ കവി കൂടിയായിരുന്നോ? അപ്പോഴെന്തായിരുന്നു ആ കവിത എന്നിങ്ങനെ വേണുവേട്ടൻ ചോദിക്കുമ്പോൾ നമ്മുടെ കൊച്ചമ്മണി പറയാം, മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുത്. ആഹാ, ഇതായിരുന്നോ? ഇത് ലോകത്തെല്ലാരും പറയുന്ന വാക്കാണല്ലോ. അവരൊരു കവിതയും കൊണ്ട് വന്നിരിക്കുന്നു. ഈ സമയത്ത് പ്രിയ എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് ജയനുള്ള ആഹാരവും കൊണ്ട് റൂമിലോട്ട് പോകാൻ നോക്കുക. അത് താണ്ട് നമ്മുടെ കൊച്ചമ്മണി കണ്ടുപിടിച്ച് അവിടെ നെല്ല് എന്നും പറഞ്ഞ് ഓടുവാണ് പ്രിയയുടെ അടുത്തോട്ട്. പ്രിയയുടെ കയ്യിലിരിക്കുന്ന ആഹാരം തുറന്നു നോക്കിയിട്ട് പറയുന്നത്, അല്ല, നീ കാപ്പി കുടിച്ചിട്ട് ഒരു 5 മിനിറ്റ് പോലും ആയില്ലല്ലോ, അതിനു മുമ്പ് നീ വീണ്ടും കാപ്പി കുടിക്കാൻ പോവാണോ? ഇങ്ങനെ മിനിറ്റിന് വെട്ടി പിഴിഞ്ഞാലേ വണ്ണം വെച്ചങ്ങ് വീപ്പക്കുറ്റിയെ പോലെ ആയിപ്പോവും. ദാണ്ട തള്ളേ, എൻ്റെ ആഹാര കാര്യത്തിലൊന്നും നിങ്ങൾ ഇടപെടാൻ വരണ്ട. ഞാനിച്ചിരി ആഹാരം കൂടുതൽ കഴിക്കുമെന്ന് എൻ്റെ അച്ഛനും അമ്മയ്ക്കും അറിയാം. ആഹാ, എന്നാലേ അവരല്ലിപ്പം നിന്റെ രക്ഷകർത്താവ്. അമ്മായി അമ്മയായ ഈ ഞാനാ. പിന്നെ ഒരു തുമ്മായി അമ്മ വന്നേക്കുന്നു, കോടാലി. അയ്യോ എൻ്റെ പ്രിയേ, പുട്ടോ ഇടിയപ്പോ എന്ത് വേണമെങ്കിലും നീ വെഴിയിക്കോ. നീ വണ്ണം വെച്ച് വീങ്ങുന്ന കണ്ടങ്ങ് പറഞ്ഞു പോയതാ. ദാണ്ടെ ബോഡി ഷേമിങ് നടത്തിയാലേ വകുപ്പ് വേറെ, അത് നിങ്ങൾക്കറിയാവോ? നിങ്ങൾ അകത്തു പോയി കിടക്കേണ്ടി വരും. പ്രിയയുടെയും കൊച്ചമ്മണിയുടെയും സംസാരം കേട്ടിട്ടാണെന്ന് തോന്നുന്നു വേണുവേട്ടനും രാധമ്മ എഴുന്നേറ്റ് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. രാധമ്മ വന്നിട്ട് പറയാം, ഇവർക്ക് കുഞ്ഞിലേ മുതൽ നല്ല ആഹാരങ്ങൾ കഴിക്കുന്ന വലിയ ഇഷ്ടമാണ്. ആഹാരം കഴിക്കുന്ന നല്ല കാര്യമല്ലേ അമ്മേ? അയ്യോ, ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്നും പറഞ്ഞ് കൊച്ചമ്മണി അങ്ങ് പോയി. മോള് കഴിച്ചോ? അതൊന്നും കാര്യമാക്കണ്ട. കട്ടിൻ്റെ അടിയിൽ കിടക്കുന്ന ജയൻ്റെ അടുത്തോട്ട് ആഹാരം കൊണ്ടുവന്നിട്ട് പ്രിയ വിളിക്കുന്നുണ്ട്, ജയേട്ടാ എഴുന്നേറ്റ് വാ, ദാണ്ട് ആഹാരം കഴിക്കേ. അയ്യോ, നല്ല വിശന്നിട്ട് കുടലാണെങ്കിൽ ചിക്കൻ ഫ്രൈ പോലെയായി. ജയേട്ടാ, എനിക്കിങ്ങനെ ഒളിച്ചുകളി പറ്റില്ല. ജയേട്ടന് ആ തൊളിവിലുണ്ടെന്ന് ഞാൻ എല്ലാവരോടും പറയാൻ പോവാ. അയ്യോ, ചതിക്കല്ലേ പ്രിയെ. എന്ത് ചതിയാ ജയേട്ടാ? എൻ്റെ അച്ഛനും അമ്മയും നിങ്ങളെ ചതിക്കില്ല. പോലീസ് വന്നാൽ അവർ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷെ നിങ്ങളുടെ തള്ള അവരെന്നെ ടോർച്ചർ ചെയ്യുക. ആ കിളവിയെ കൊണ്ട് ഞാൻ സഹി കെട്ട്. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ സത്യങ്ങൾ തുറന്നു പറയാൻ പോവാ. അയ്യോ വേണ്ട പ്രിയ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിയുന്നത് വരെ ഞാനിവിടെ ഒളിവിലാണെന്നുള്ള സത്യം ആരോടും പറയണ്ട. കട്ടുവാരി സൂക്ഷിച്ച മുതലേ അവസാനം പട്ടി കൊണ്ടുപോകും. അയ്യോ ചതിക്കല്ലേ പ്രിയെ. പിന്നെ നിങ്ങളെ തള്ള ഞാൻ എന്തു ചെയ്യും? അവരെ ഒരു തകരപ്പാട്ടയ്ക്കകത്ത് കയറ്റി ആകാശത്തോട്ട് കത്തിച്ചങ്ങ് വിട്ടേരെ. ഒരു വാനര ജന്മമാണ് എൻ്റെ അമ്മ. ഋതിക രാജുവിനോട് പറയാം, രാജു ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് എന്ന് പറഞ്ഞ പോലെ എനിക്കൊരു വല്ലാത്ത ഒരു ടെൻഷൻ. ഇപ്പോഴെന്തിനാ ടെൻഷൻ? ഈ മാരണം അമ്പിയ നമ്മളോടൊപ്പം വരുമല്ലോ അങ്ങോട്ട്. അവരങ്ങോട്ട് വന്നാൽ എങ്ങനെ ശരിയാവും? അവിടെ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾക്ക് മേളിൽ പ്രശ്നങ്ങളാവില്ലേ? അവിടെ ഉള്ളവരുടെ സ്വസ്ഥത ഇവർ നശിപ്പിക്കും. ആ നല്ല മനുഷ്യർക്കൊക്കെ ഇവർ പാരയാകില്ലേ രാജു? ഋതു അവരൊരു പാര തന്നെയാണ്. പക്ഷെ വർമ്മ സാറ് പറഞ്ഞാൽ നമുക്കത് അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? ഈ അച്ഛൻ എന്ത് വിചാരിച്ചിട്ടാ ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്? സാറിനെ കുറ്റം പറയരുത്. സാറിന് നല്ല ഉദ്ദേശത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇവരേതു നേരം നമ്മളോട് ഫൈറ്റല്ലേ, അതൊക്കെ ഒന്ന് കോംപ്രമൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയ. അച്ഛൻ ഇതുവരെ ഇവരെ ഒട്ടും പഠിച്ചിട്ടില്ലല്ലോ രാജു. അങ്ങനെ സാറ് പഠിച്ചിരുന്നെങ്കിൽ സാറിന്റെ ജീവിതം ഇതുപോലെ തകരുമായിരുന്നു. എത്ര സന്തോഷത്തോടെ അച്ഛനും അമ്മയും ഒരുമിച്ച് ജീവിച്ചേനെ. രാജു, ഈ പ്രശ്നത്തിന് എന്താ ഒരു പരിഹാരം? തൽക്കാലം ഇതിന് യാതൊരു പരിഹാരവും ഇല്ല. വർമ്മ സാറിനെ ധിക്കരിക്കാൻ എന്തായാലും പറ്റത്തതുമില്ല. അവര് വന്നോട്ടെ. അമ്പിക വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അവിടെ അച്ഛനും അമ്മയും കൂടെ അതങ്ങ് സോൾവ് ചെയ്തോളും. ഇതിലും വലിയൊരു മുതുപാര അവിടെ ഉണ്ട്, അളിയൻ്റെ അമ്മ സ്മോളമ്മിണി. ഓ, ആ അളിയൻ്റെ അമ്മയും ഈ വികടൻ്റെ അമ്മയും കൂടെ ചേർന്ന് ആ വീട് അലങ്കോലമാക്കുമോന്നാ എൻ്റെ പേടി. ആശ്രമം പോലത്തെ ആ വീട് നോക്കിക്കോ രാജു, ഇവരൊരു ഫിഷ് മാർക്കറ്റാക്കി മാറ്റും. ഒന്നാ കൊച്ചമ്മണി, ഒന്ന് ഈ അംബികയും. ഈ ഒരു കോൺസെപ്റ്റ് ഞാൻ പറയാൻ ഋതു. എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാക്കി അംബിക തന്നെ ഇതിൽ നിന്നങ്ങ് മാറും. അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല രാജു. ഈ സ്ത്രീ ഒരു വിഷവാ. വീട് കുളം തോണ്ടാനുള്ള എന്തെങ്കിലും ഒരു പ്ലാനുമായിട്ടാ അവരങ്ങോട്ട് വരുന്നതെങ്കിലോ? നമുക്ക് അപ്പോഴതൊക്കെ ഡീൽ ചെയ്യാം. ഋതുമോൾ ഇങ്ങോട്ട് വന്നേ, നമുക്ക് വർമ്മ സാറിനെ അയക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. എൻ്റെ രാജു എന്നെ ഋതുമോളേന്ന് വിളിക്കുമ്പോൾ എൻ്റെ മനസ്സിനുള്ളിലെ ഒരൈസിൻ്റെ കുളിര. അപ്പോഴതിനെയാണ് ഋതു ആലിപ്പഴം പെയ്യുന്നു എന്ന് പറയുന്നത്. ഞാൻ വളരെ സ്വീറ്റായിട്ട് എൻ്റെ ഋതുമോളേന്ന് വിളിക്കുമ്പോൾ ദൈവം ആകാശത്തു നിന്ന് ആലിപ്പഴം പെയ്യിപ്പിക്കുന്നതാ. ഇങ്ങനെ മണിമണിയായി ആലിപ്പഴം അങ്ങനെ മണ്ണിലോട്ട് വീഴും. ഒന്ന് പോടാ കള്ള, അവൻ്റെ ഒരു നോണ. അങ്ങനെ അവർ രണ്ടുപേരും നല്ല റൊമാൻസ് മൂഡിൽ അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, പ്രതാപൻ ഏർപ്പാടാക്കിയേക്കുന്ന ഈ ടൂർ പ്രോഗ്രാം കൊണ്ട് എന്തെല്ലാം അപകടങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത്? അംബിക രാജുവിൻ്റെ വീട്ടിൽ ചെന്നാൽ അവിടുത്തെ സ്ഥിതി എന്തായിരിക്കും? തനി മീൻ ചന്തയെക്കാളും കഷ്ടമായിരിക്കും. കൊച്ചമണിയും അമ്പികയും കൂടെ ഒരു വീട്ടിൽ നിന്നാൽ അത് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. രണ്ട് പാരകളും ഭൂലോക തരികിടകളുമാണ് രണ്ടും. അതുങ്ങൾ രണ്ടും കൂടെ കാണിച്ചു കൂട്ടുന്ന സംഗതികളെല്ലാം ഇനി അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.